ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയ സ്പൈസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി കാണിക്കാനുള്ള ത്രില്ലല്ല. ഈ രസം ടേസ്റ്റ് മാത്രമല്ല, വളരെ ഹെൽത്തിയുമാണ്. നമ്മുടെ ഡൈജഷനും കോൾഡിനും ബെസ്റ്റ് സൊല്യൂഷനാണ് നെല്ലിക്ക രസം. ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. നമ്മളിതിൽ പുളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യില്ല. ജസ്റ്റ് നെല്ലിക്കേൻ്റെ ഒരു കയ്പും പിന്നെ തക്കാളീൻ്റെ പുളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. രസം ഉണ്ടാക്കാൻ ഞാനിവിടെ 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ സൈസിലുള്ള 4 നെല്ലിക്ക. അതിനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത 4 നെല്ലിക്കയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ ജീരകം കൂടിയും ആഡ് ചെയ്യണം. പിന്നെ രസത്തിന് നമുക്ക് വേണ്ടതാണ് ഒരു വലിയ പഴുത്ത തക്കാളി. ഇതെല്ലാം ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. നിങ്ങൾക്ക് വെള്ളം വേണമെന്ന് തോന്നിയേ കുറച്ചൊന്ന് വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം. അടുത്തത് ഒരു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 2 നുള്ള് കായം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉടനെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചുവന്ന മുളകും കൂടി ആഡ് ചെയ്യുക. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചിട്ട് ഇടാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടിയും ആഡ് ചെയ്യുക. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ രസത്തിൽ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യില്ല. പെപ്പറും പിന്നെ ആ പച്ചമുളകും മാത്രമാണ് ഇതിൻ്റെ എരിവര. ഇനി ഇതിലേക്ക് 1.25 ലിറ്റർ വെള്ളം ഒഴിക്കുക. പിന്നെ ഫ്ലെയിമിനെ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് രസത്തിന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. രസം എപ്പോഴും വെട്ടി തിളയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു ചെറിയ ചെറിയ തള മാത്രം വരാൻ പാടുള്ളൂ. തള വന്നതിൻ്റെ ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഞാൻ ഈ രസത്തിലേക്ക് ഒരു 1/2 കപ്പ് വേവിച്ച പരിപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. പക്ഷെ ഇത് ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് മാത്രമല്ല, നമ്മുടെ രസത്തിന് ഒരു കൊഴുപ്പും കിട്ടും. 1/2 കപ്പ് പരിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് വേവിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ അളവ് കിട്ടും. പരിപ്പിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് തള വരണം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി നെല്ലിക്ക രസം റെഡിയായി. നമുക്കിത് ചോറിൻ്റെ കൂടെ രസമായിട്ടും കുടിക്കാം, അല്ലെങ്കിൽ വെറുതെ സൂപ്പ് പോലെയും കുടിക്കാൻ പറ്റും. ഈ മഞ്ഞക്കാലത്ത് നമ്മുടെ ഈ രസം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്യില്ലേ? റെസിപ്പി ട്രൈ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യണേ. സോ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ. ബൈ.